വാതിലുകൾ അടഞ്ഞതോടെ നിലമ്പൂരിൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. നാളെ പത്രിക നൽകും. പിണറായിസത്തിനും സതീശന്റെ ഹിറ്റ്ലറിസത്തിനുമെതിരായ പോരാട്ടമെന്ന് അൻവർ. ഞാൻ തീരുമാനിക്കും. ഒരു ഹിറ്റ്ലറിന്റെ രൂപം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ വ്യക്തിയിൽ? ഇന്നത്തെ ഈ അവസാനത്തെ ആ പ്രഖ്യാപനമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? വാതിലടച്ചു. ഹിറ്റ്ലറിസം, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിൽ നടക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് മുസ്ലിം സമുദായത്തെ അപമാനിച്ചയാളെന്നും വിമർശനം. അൻവറിനെ സഹകരിപ്പിക്കുന്നതിൽ കോൺഗ്രസിൽ അവ്യക്തത. വാതിലടച്ചുവെന്ന് ആവർത്തിച്ചു BD സതീശൻ. വാതിലടയ്ക്കാൻ UDF തീരുമാനിച്ചിട്ടില്ലെന്ന് കൺവീനർ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഇന്നും വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആ വാതിലടച്ചു. ഞാൻ പറഞ്ഞില്ലേ, ചർച്ചയുടെ വാതിലുകൾ അടച്ചു. ഇനി ഒരു ചർച്ചയും ഒരാളും നടത്തില്ല. അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞല്ലേ. ഞാൻ എന്റെ അഭിപ്രായം പറയുമ്പോൾ UDFന്റെ അന്തിമമായ അഭിപ്രായം പറയാനുള്ള സമയമായില്ല. ആ അഭിപ്രായം പറയാനുള്ള സമയമാകുമ്പോൾ ഞാൻ പറയും. അൻവറിനെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് നേതൃത്വത്തിന്റെ അറിവോടെയല്ലെന്ന് സതീശൻ. പാർട്ടിക്ക് ശാസിക്കാനും തിരുത്താനും അധികാരമുണ്ടെന്ന് രാഹുൽ. LDF ക്യാമ്പിനെ ആവേശത്തിലാഴ്ത്തി മുഖ്യമന്ത്രി നിലമ്പൂരിൽ. M സ്വരാജ് കറകളഞ്ഞ സ്ഥാനാർത്ഥിയെന്ന് പിണറായി. ഉപതെരഞ്ഞെടുപ്പിന് കാരണം PV അൻവറിന്റെ ചതി. ഇപ്പൊ നമ്മളും ഒരു ചതിക്കിരയായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. നിലമ്പൂരിൽ കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച BJP. സ്ഥാനാർത്ഥിക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് ജോസഫ് ഗ്രൂപ്പ് യോഗത്തിൽ മോഹൻ ജോർജ് പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട് കേരള കോൺഗ്രസ് എം. CPM BJP കൂട്ടുകെട്ട് വ്യക്തമായെന്ന് BD സതീശൻ. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവോദ്ഘാടനം ആലപ്പുഴ കലവൂരിൽ. 3 ലക്ഷത്തോളം കുരുന്നുകൾ 1-ാം ക്ലാസ്സിലേക്ക്. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. IPL-ലെ 2ാം ഫൈനലിസ്റ്റുകൾ ആരെന്ന് ഇന്നറിയാം. ക്വാളിഫയറിൽ പഞ്ചാബ് മുംബൈയെ നേരിടും. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ.